കോളേജ് ക്യാൻറ്റീനിൽ ഡാൻസ് കളിച്ചുകൊണ്ട് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളെ കണ്ടോ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചൈനയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നതാണ് കേട്ടോ ഇവിടെ. ഹലോ, ചൈനയിലെ പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചൈനയിലെ ഒരു യൂണിവേഴ്സിറ്റി ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ബാക്ക് സൈഡിൽ കാണുന്നത് ഈ യൂണിവേഴ്സിറ്റിയുടെ ഒരു ലൈബ്രറിയാണ്. പക്ഷെ അതിന്റെ ഉള്ളിൽ കയറണമെങ്കിൽ നമുക്കൊരു സ്റ്റുഡൻസിന് ഒരു എക്സാം എഴുതിയിട്ട് മാത്രമേ കയറാൻ പറ്റുള്ളൂ. എങ്കിലും നമുക്ക് മറ്റ് ഏരിയകളൊക്കെ കാണിച്ചു തരാവേ. ഇത് എൻ്റെ മകൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. അപ്പം അവന് വീഡിയോയിൽ വരാൻ വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ അവനെ വീഡിയോയിൽ കാണിക്കാതിരുന്നത്. ഒരുപാട് ഇങ്ങനെ നല്ല സ്ഥലമുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നടന്ന് കണ്ടാലൊന്നും തീരത്തില്ല, അത്രയുണ്ട്. അപ്പോൾ നമുക്ക് ഇതാ അവനവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് വേണ്ടി. വരൂ 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 എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവൻ്റെ കൂടെ ബൈക്കിൽ ഫുള്ള് യൂണിവേഴ്സിറ്റി ഒന്ന് കറങ്ങി കണ്ടിട്ട് വരാവേ. അപ്പൊ ആദ്യം നമുക്ക് എങ്ങോട്ട് പോകാം? ക്യാൻറ്റീനിലോട്ട് പോകാം. ഇപ്പൊ 11:30 സമയമായി. അപ്പൊ 11:30 ചെന്നെങ്കിൽ മാത്രമേ അവിടെ ഫുഡ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ക്യാൻറ്റീനിൽ പോയിട്ട് വരാവേ. ഇത് ക്യാൻറ്റീൻ്റെ ഏരിയ കേട്ടോ. ഇവിടെ ഒരുപാട് ക്യാൻറ്റീനുകളുണ്ട്. ഒരു ക്യാൻറ്റീൻ നിങ്ങളെ ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാം. 11:30 സമയമാണ് ചൈനയിലെ ലഞ്ചിൻ്റെ ടൈം. ഒരു 12 മണി കഴിഞ്ഞ് ചെന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ റെസ്റ്റോറൻറ്റിൽ ഫുഡൊന്നും ഉണ്ടാവത്തില്ല. ഇവിടെ അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചൈനക്കാരനെ നമ്മൾക്ക് കാണാം. ഒരുപാട് കുട്ടികൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി. വലിയ എക്സ്പെൻസീവ് ഒന്നുമില്ല. ഏത് തരത്തിലുള്ള ഫുഡുകളും ഇവിടെ കുട്ടികൾക്ക് ലഭ്യമാണ്. ഈവൻ ഹലാൽ ഫുഡ് വേണ്ടുന്ന ആൾക്കാർക്ക് ഹലാൽ ഫുഡുണ്ട്, വെജിറ്റേറിയൻ ഉണ്ട്. പിന്നെ വേറെ ഒരുപാട് വെറൈറ്റി ആർന്ന വിഭവങ്ങളും ചൈനയിലെ യൂണിവേഴ്സിറ്റിയുടെ ക്യാൻറ്റീനുകളിൽ കുട്ടികൾക്ക് ലഭ്യമാണ്. അപ്പോൾ ഞാൻ അടുത്തൊരു ക്യാൻറ്റീനിൽ നിങ്ങളെ കാണിച്ചു തരാം. അവിടെ ഇതുപോലെ ഒരുപാട് ഫുഡ്, ഏകദേശം ഫുഡൊക്കെ തീരാനായിരുന്നു. 11:30 കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം കാലിയായി. ഇവിടെ കുട്ടികൾക്ക് ഇരുന്ന് കഴിക്കാനുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഏരിയ ഇതാ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. എന്താല്ലേ, ഒരു കല്യാണത്തിൻ്റെ പാർട്ടിക്കൊക്കെ പോകുമ്പം ഡെക്കറേറ്റൊക്കെ ഇട്ടിരിക്കുന്നത് പോലെ കോളേജിലെ ക്യാൻറ്റീനുകളും ഇതുപോലെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇത് നോക്കിക്കേ, ഇവിടെ ബേക്കറി ഐറ്റംസ് ഉണ്ട്. അപ്പോൾ മോനെന്തോ ബ്രെഡ് പോലത്തെ എന്തോ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ബ്രെഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പുറത്ത് പോയിട്ട് ഇന്ത്യൻ ഫുഡ് അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിച്ചില്ല. ഇവിടെ വേറെ ഐറ്റംസാണ്, വെജിറ്റേറിയൻകാർക്ക് കഴിക്കേണ്ടതും അങ്ങനെ വേറെ കുറേ ഐറ്റംസ്. ഇതൊക്കെ ഇങ്ങനെ ഓരോ ബൗളിൻ്റെ അകത്താക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. കുട്ടികൾക്ക് ഏതാണ് വേണ്ടതെന്നുള്ളത് അവരുടെ ആവശ്യാനുസരണം റൈസും ഇതും എടുത്തിട്ട് കൊടുക്കാമെന്നാണ്. ഇതുപോലെ തന്നെയാണ് കേട്ടോ ഡിന്നർ ടൈം. 5 മണിയാകുമ്പോൾ ഡിന്നർ ടൈം ചൈനയിൽ സ്റ്റാർട്ട് ചെയ്യും. 6:30 ആകുമ്പോൾ ക്യാൻറ്റീനിൽ ഫുഡുകൾ മുഴുവൻ തീരും. അതുകൊണ്ട് 6 മണിക്ക് മുന്നേ ഫുഡ് കഴിക്കണം. അതുകൊണ്ട് ആദ്യമൊക്കെ മോനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു 6:30 മുന്നേ ഫുഡ് കഴിക്കാൻ വേണ്ടി. പിന്നെ ഇപ്പോൾ അതൊക്കെ ശീലമായി. ഇവിടെ എല്ലാവർക്കും ഇരുന്ന് കഴിക്കാൻ ഇത് വേറെയും സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ നിങ്ങളെ കാണിച്ചു തരാവേ. ഈ കുട്ടികൾ ഫുഡ് എടുക്കുന്നതില്ലേ, ഇത് നോക്കിക്കേ, നമ്മളൊരു 3-4 ഐറ്റംസ് ഇതുപോലെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ ഒരു ട്രെയിൽ വെച്ച് ഇവിടെ വെക്കാൻ വേണ്ടി ഒരു സ്ഥലമുണ്ട്. ജസ്റ്റ് അവിടെ വെച്ചാൽ മാത്രം മതി. അപ്പോൾ അത് എത്ര രൂപ ആയെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് അവിടെ വേറെ ആരും ഇല്ല കേട്ടോ. ജസ്റ്റ് അവരുടെ സ്റ്റുഡൻറ്റ് ID കാർഡ് ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം അതിൻ്റെ അകത്തുനിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പൈസ പോകും. ഇത് നോക്കിക്കേ, അവിടെ ഫുഡ് കഴിച്ചതിന് ശേഷം വേസ്റ്റ് എല്ലാം അതുപോലെ കളഞ്ഞതിന് ശേഷം ഇതാ ഇങ്ങനെ വെച്ചാൽ മതി. അതുപോലെ കിച്ചണിലോട്ട് പോകുന്നതാണ്. യൂണിവേഴ്സിറ്റിയുടെ ഇൻഡോർ സ്പോർട്സ് ഏരിയ ഞാൻ കാണിച്ചു തരാവേ. ആദ്യം നമുക്ക് ടേബിൾ ടെന്നീസിന്റെ ഇതിലോട്ട് പോകാം. വലിയൊരു സ്പേസ് ഉണ്ട്, പക്ഷെ ഇവിടെ കുട്ടികൾ ആരുമില്ല. നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. ബാഡ്മിന്റന്റെ ഏരിയ ഉണ്ട്, നമുക്ക് അവിടെ പോയി കണ്ടുപോകാം. ഇതെല്ലാം ഇവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ് ഇവിടെ കളിക്കുന്നത്. എന്റെ മോനും വന്ന് കളിക്കാറുണ്ട് കേട്ടോ, മോനും വന്ന് കളിക്കാറുണ്ടായിരുന്നു. ഇത് യോഗ ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലം. അവിടെ ആൾക്കാർ യോഗ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ ബാസ്കറ്റ്ബോൾ കോർട്ടാണ്. ഇവിടെയാണ് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ബാസ്കറ്റ്ബോളിന്റെ ടൂർണമെന്റ് ഒക്കെ ഇവിടെ നടക്കാറുണ്ട് അല്ലേടാ?
ബോക്സിംഗ് ഏരിയയും ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താല്ലേ എല്ലാ സംഭവം ഉണ്ട് യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ. ഒന്നുകൂടെ നമുക്ക് ചുറ്റി നടന്ന് കണ്ടു നോക്കാമേ ബൈക്കിലെ. ഇത് സൂപ്പർ മാർക്കറ്റും ഈവൻ കമ്പ്യൂട്ടർ വെക്കുന്ന ഷോപ്പ് വരെ ഉണ്ട് ഇവിടെ. ഇത് എന്താ സ്പോർട്സ് ട്രെയിനിങ് ഹാള്, ഗെയിമേഴ്സ്, പ്രൊഫഷണൽ ഗെയിമേഴ്സിന് കളിക്കാൻ വേണ്ടിയുള്ള സ്ഥലം, ട്രെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള. കണ്ടില്ലേ? യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലുള്ള 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ്. അതിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് പോയി നോക്കാവേ. ഫുഡിന്റെ സെക്ഷൻ ചൈനീസ് കയറി കഴിക്കുന്ന സ്നാക്സാ. ഇതെന്താ കോഴിയുടെ വിരലുകളാ. ഫുഡിന്റെ റെഡിമെയ്ഡ് ആയിട്ടുള്ള മീല് 24 രാത്രി 1 മണിക്ക് റെഡി ടു ഈറ്റ്. 1 മണിക്ക് വന്നാലും നമുക്ക് കഴിക്കാം. ഇത് റെഡി ടു ഈറ്റ്. ഫുഡ് എല്ലാം സ്പഗെറ്റി. ഇത് അവിടെ ആൾക്കാരിരുന്ന് കഴിക്കുന്നതാണ്. എല്ലാ സാധനവും ഇവിടെ കിട്ടും. എന്തെങ്കിലും ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലേസ് അവർക്ക് ഫ്രീ ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം അതിന് വേണ്ടിയുള്ള ഒരു സ്പേസ് ആണിത്. ഇവിടൊക്കെ ഇരുന്ന് പഠിക്കാൻ വേണ്ടി ഒക്കെയുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ കുട്ടികൾക്ക് അവരുടെ ബുക്കെല്ലാം കൊണ്ടുവന്ന് വെച്ച് ഇവിടെ ഇരുന്ന് പഠിക്കാനും ചൈനീസ് ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ പഠിക്കാം. അത് വേറെ ആരുടെ ബുക്കാണ് എടുത്തു. പുറത്തു പോകണോ? ഇവിടെയും കുട്ടികൾക്ക് ഫ്രണ്ട്സായിട്ട് ഇരുന്ന് പഠിക്കാനുള്ള സ്ഥലങ്ങൾ വേറെയുണ്ട്. നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. കുട്ടികൾക്ക് ഇതുപോലെ വന്നിരുന്ന് സംസാരിക്കാനും പഠിക്കാൻ വേണ്ടി ഒക്കെ ഉള്ള സ്ഥലമാണ്. ഇതിൻ്റെ ഒരു കസാര ടേബിൾ നോക്കി, ഇത് രണ്ടും ഒരുമിച്ച് കൊള്ളാം അല്ലേ? കസാരയിൽ ഇങ്ങനെ ഇരിക്കാം, ഇത് രണ്ടും കൂടെ ഒന്നിച്ച് കൊള്ളാം അല്ലേ? എന്തല്ല. ഹലോ, എല്ലാവർക്കും ചൈനയിലെ പുതിയ വിശേഷങ്ങളിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചൈനയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നതാണ് കേട്ടോ. ഇവിടെ ഞാൻ ഇവിടുത്തെ ക്ലാസ് റൂം നിങ്ങളെ കാണിച്ചു തരാവേ. അങ്ങനെ ചൈനയിലെ യൂണിവേഴ്സിറ്റിയിൽ ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആയിട്ട് ഞാനിവിടെ എത്തി. ഞാനല്ല കേട്ടോ ഇവിടെ പഠിക്കുന്നത്, എൻ്റെ മോനാണ് പഠിക്കുന്നത്. ഞാൻ അവൻ്റെ കോളേജിൽ വന്നതാണ്. അപ്പോൾ അവരുടെ ക്ലാസ് റൂമാണിത്. കൂടുതൽ വിശേഷം ഞാൻ കാണിച്ചു തരാവേ. ചൈനയിലെ എല്ലാ ക്ലാസ് റൂമുകളിലും യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ് റൂമില് ഇതുപോലൊരു ബ്ലാക്ക് ബോർഡ് ഉണ്ട്. അതിതുപോലെ ഇങ്ങനെ മാറ്റി കഴിഞ്ഞാല് ഇതുപോലെ ഒരു സ്മാർട്ട് TV ഉണ്ടാവും. അപ്പൊ ഇത് ഇന്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും സ്റ്റുഡൻസിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ടീച്ചേഴ്സിന് ഇതിലൂടെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. ഇതാണ് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന ഒരു ഇത്. ഇവിടെ ഉണ്ട്. ഇതെന്താ? പ്രൊജക്ടർ കൺട്രോൾ. പ്രൊജക്ടർ അല്ലേ? ഇത് മൗസും മൈക്കും പ്രൊജക്ടർ കൺട്രോൾ. കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ. ഹലോ, ചൈനയിലെ അങ്ങനെ ചൈനയിലെ ടീച്ചേഴ്സിന്റെ ക്ലാസ് റൂമിലാണ് ഞാൻ. ഇത് അസിസ്റ്റന്റ് ടീച്ചേഴ്സിന് അസിസ്റ്റൻസ് തന്ന
ഈ ബട്ടൺ പിടിച്ച് വെക്കാൻ മതി. ഒരു അസിസ്റ്റന്റ് വന്നിട്ട് ബ്ലാക്ക് ബോർഡ് വേണമെങ്കിൽ ക്ലീൻ ചെയ്ത് തരും, എല്ലാം ചെയ്യും. പിടിച്ചേക്കില്ല, എപ്പോഴും ആക്റ്റീവാ. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, അതിൽ ചെക്കിയിട്ടുണ്ടെങ്കിൽ അസിസ്റ്റന്റിനെ വേണമെന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ് വരും. ബ്ലാക്ക് ബോർഡ് എല്ലാം ക്ലീൻ ചെയ്യാൻ എന്തിനു വേണേലും അസിസ്റ്റന്റ് വരുമെന്നാണ് മോൻ പറഞ്ഞത്. അപ്പൊ ഞാനത് പിടിച്ച് ഞെക്കുന്നില്ല കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വിശേഷം കാണാം. ഇവിടുത്തെ ക്ലാസ് റൂമിലെല്ലാം ഇതുപോലെ AC ഉണ്ട് കേട്ടോ. ഇത് എഞ്ചിനീയറിംഗ് കോളേജാണിത്. അപ്പൊ ഞാനൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ അല്ലേ? അതിനെന്താണ്? ഇവിടെ ഇതുപോലെ ബെഞ്ചെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പൊ പിള്ളേർക്കൊക്കെ ഇരുന്ന് വന്നിരുന്ന് വർത്താനം പറയാനും പഠിക്കാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമാണ്. ഇവിടെ ലൈബ്രറി വരെ ഒന്ന് പോയാലോ? അവിടെ ഉള്ളിൽ കയറാൻ പറ്റുമോ? ഈ ബിൽഡിങ്ങിൽ ഫുള്ള് ക്ലാസ് റൂമുകളാണ്. അതിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് ബ്രേക്കിൻ്റെ ഇടയിൽ ചെറിയൊരു ചായ കുടിക്കണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ അതുപോലെ വെൻഡിങ് മെഷീൻ കൊടുത്തിട്ടുണ്ട്. കോഫിയും അതുപോലെ വെള്ളവും സ്നാക്സും എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെ ഇവർക്ക് എടുക്കാൻ പറ്റും. ഇതുണ്ടോ, ഇതിനകത്ത് അത്യാവശ്യം എല്ലാ സ്നാക്സും ഉണ്ട്. കണ്ടില്ലേ, എല്ലാ സ്നാക്സുകളും ഇവിടെ അവൈലബിൾ ആണ്. അതെല്ലാം കുട്ടികൾക്ക് ഇവിടെ എടുക്കാൻ പറ്റും. ഇവിടെ പിടിച്ച് വെക്കുക, ഫുൾ ഇത് എംപ്റ്റി ആവും. ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാം, ഇതെല്ലാം ഓൺ ചെയ്യാം. പിന്നെ ഒരുപാട് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാടുണ്ട് കാണാൻ വേണ്ടി. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻജിനീയറിങ് പഠിക്കാനുള്ള കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോന് വേണ്ടി സെർച്ച് ചെയ്തതുകൊണ്ട് പറയുകയാണ്. വേൾഡ് റാങ്കിങ്ങിൽ ടോപ്പ് റാങ്കിങ്ങിലുള്ളത് ചൈനയിലെ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ എല്ലാം കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് എഴുതിയാൽ മതി. അപ്പോൾ ഞാൻ അതൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്, നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും. എൻ്റെ ചാനലിൽ 1,00,000 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ നമ്മുടെ ഫാമിലി അങ്ങനെ ഒരുപാട് വലുതായി. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എൻ്റെ ചാനൽ ഇത്രയും വലുതായതും. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.